കിളിമാനൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ പെട്രോൾ പമ്പിനോട് ചേർന്ന് ഈ ഒരു റെസ്റ്റോറൻറ്റ് കാണാം. മഷ്വി. ഇതൊരു പുതിയ റെസ്റ്റോറൻ്റ് ആണേ. ഇവരുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് കഴിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. ഒരു ഒത്തൻറ്റിക് അറബിക് റെസ്റ്റോറൻ്റ് ആണ് മഷ്വി. 50 പേർക്കോളം ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡൈനിങ് സ്പേസും ഉണ്ട്. ഞാൻ ഇനി നേരെ കിച്ചണിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ അവരുടെ മധുഹൂത്തിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. സ്പെഷ്യൽ കുക്കറാണ് കേട്ടോ. ഇതിൽ മധുഹൂത്തിൻ്റെ മസാലയും ചിക്കനും ഗ്രേവിയൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച റൈസ് അതിങ്ങനെ തട്ടിക്കൊടുക്കും. അതിനുശേഷം ആ റൈസ് ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ആ കുക്കർ അടച്ചങ്ങോട്ട് വെക്കും കേട്ടോ. 25 മിനിറ്റാണ് കുക്കിംഗ് ടൈം. ആ സമയത്തിനുള്ളിൽ ബാക്കി എന്തൊക്കെയാണ് അവിടെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ഇരിക്കുന്ന ചെമ്പുകളിലൊക്കെ മന്തിയുണ്ട്, ബിരിയാണിയുണ്ട്. ബിരിയാണി ദമ്മാണ്. ഇതെന്താണെന്നറിയോ? ഇതാണ് പൊള്ളിച്ച ചിക്കൻ. ഇത് ഇവരുടെ സ്പെഷ്യലാണ് കേട്ടോ. ഇവരുടെ കുറച്ച് സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ട് തവയിലിട്ട് പൊള്ളിച്ചെടുക്കുന്ന ചിക്കനാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ റൈസ് സൂപ്പറാണ്. പിന്നെ ഇവിടെ അൽഫഹോൺ. ഇത് ബീഫിൻ്റെ പെരി പെരി അൽഫഹോൺ കേട്ടോ. ബീഫും ഉണ്ട് ചിക്കനും ഉണ്ട്. ഇത് ബീഫാണ്. ഈ പോകുന്ന സാധനം കേട്ടോ. ഇതാണ് ചിക്കൻ മധുഫൂൻ. ഈ മധുഫൂനും മധുഹൂത്തും മന്തിയൊക്കെ ചിക്കനിൽ മാത്രമല്ല കേട്ടോ. ചിക്കന്, ബീഫ്, മട്ടൺ എല്ലാത്തിലും ഉണ്ട്. അടുത്ത വേറെ ഐറ്റം ഇത് കാന്താരി അൽഫഹം ഗ്രേവി. ഇതൊരു ഗ്രേവി ടൈപ്പാണ്. സംഭവം അടിപൊളിയാണ്. പൊറോട്ടയ്ക്കും റൊട്ടിക്കും നാനിനൊക്കെ ഒപ്പം ഇത് വേറെ ലെവലായിരിക്കും. ഇനി ഇതാണ് അവരുടെ ബിരിയാണി. ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ദമ്മാണ്. അത് ചിക്കനും ഉണ്ട്, മട്ടനും ഉണ്ട്, ബീഫും ഉണ്ട്. അടുത്ത ഐറ്റം ഇതാണ് കേട്ടോ. ഇതാണ് ഇവരുടെ സ്പെഷ്യൽ ചിക്കൻ കൊണ്ടാട്ടം മന്തി. ഒരു സെമി ഗ്രേവി ടൈപ്പാണ്. സംഭവം അടിപൊളിയാണ്. അടുത്ത അവരുടെ സ്പെഷ്യൽ ഇതാണ് ബീഫ് പെരി പെരി അൽഫഹം. ബീഫിൻ്റെ റിബിൽ ചെയ്യുന്ന സാധനമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ മധുഹൂത്ത് റെഡിയായി. ആ കുക്കറിൻ്റെ അടപ്പുണ്ടല്ലോ, പതുക്കെ ഇതുപോലെ തുറന്ന് ആ അടപ്പങ്ങോട്ട് മാറ്റുമ്പം ഒരു മണം വരാനുണ്ട് മോനെ. ഇപ്പോൾ ആ റൈസും ചിക്കനൊക്കെ നല്ല വെൽ കുക്കായിരിക്കണം കേട്ടോ. പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് ആദ്യം ആ ചിക്കൻ എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ ഇങ്ങോട്ട് മാറ്റണം. അതിനുശേഷം ആ റൈസ് അത് കുറേശ്ശായിട്ട് ചിക്കൻ്റെ മുകളിലൂടെ ഇങ്ങനെ പ്ലേറ്റിലോട്ട് ഇങ്ങനെ ഇടണം. ഈ സാധനം ഉണ്ടല്ലോ ആ ചൂടോടുകൂടി തന്നെ കഴിക്കാനുള്ളത് കേട്ടോ. ഇത് മന്തിയാണ്. സ്പെഷ്യൽ ചിക്കൻ അങ്ങനെ നമ്മുടെ മധുഹൂത്ത് നേരെ ടേബിളിലെത്തിയേ. ഇനി അതിൽ നിന്ന് കുറച്ച് റൈസ് അത് പ്ലേറ്റോട് ഇതുപോലെ ഇങ്ങനെ ഇടണം. റൈസിനൊക്കെ നല്ല ചൂടാണ്. അതിനുശേഷം ആ ചിക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചിക്കൻ്റെ ഒക്കെ കുക്കിംഗ് പെർഫെക്ഷൻ ആ സ്പൂൺ കൊണ്ട് തൊട്ടാൽ മതി, അതങ്ങ് കട്ടായി മാറും. എന്നിട്ട് ആ ചിക്കൻ എടുത്തിട്ട് നമ്മളെ പ്ലേറ്റിലോട്ട് ഇതുപോലെ അങ്ങോട്ട് വെക്കണം. ഇനി ആ പ്ലേറ്റിൽ നിന്നേ കുറച്ച് റൈസ് ഇതുപോലെ ഇങ്ങനെ എടുക്കണം. റൈസൊന്നും തൊടാൻ പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്ക് ചൂടാണ്. ഇനി ആ റൈസും അതുപോലെ തന്നെ ആ ചിക്കനൊക്കെ ഇങ്ങനെ കൈത്തുകൊണ്ട് തൊട്ടാത്തതുണ്ടല്ലോ, കയ്യിലിങ്ങനെ കൂടെ പോരും. എടുത്തിട്ട് ഇതുപോലെ കഴിക്കണം. വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. മന്തിയൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ മധുഹൂത്ത് പുതിയൊരു ടേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതൊക്കെ ചിക്കനിലും മാത്രമല്ല മട്ടണിലും ബീഫിലും ഒക്കെ അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ഇതിവരുടെ 2ാമത്തെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ആദ്യത്തേത് കൊല്ലം അഞ്ചാലുമുട്ടിലാണ്. വേറൊരു കാര്യം എന്താണെന്നറിയോ? ഇത് കഴിക്കാനേ മയോണീസിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. റൈസ് മാത്രം എടുത്ത് കഴിക്കാനേ അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നല്ല മധുഫൂനോ മധുഹൂത്തോ അത് ചിക്കനിലോ മട്ടനിലോ ബീഫിലോ ഏതിൽ വേണമെങ്കിലും കഴിക്കണമെങ്കിൽ ധൈര്യമായിട്ട് വയ്ക്കോ കിളിമാനൂരുള്ള മഷ്വ റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.